എന്നാലും ഇത്തിരി കടന്ന കൈയായി പോയി. രണ്ടിനെയും ബാലം വൈദ്യര് തന്നൊന്നരം കുഴമ്പിട്ട് തിരുമീന്നാ കേട്ടത്. ഉള്ളിലെ നീർക്കെട്ട് പോവാൻ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിപ്പിക്കുകയും ചെയ്ത്. കുറെ നാളത്തെ കലിയ എല്ലാം കൂടെ വെച്ച് കാച്ചി കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോണ്ടാ. നിന്റെ ഒരു കാര്യം, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്ത്. പീലിപ്പോസിന് സംഗതി ഇഷ്ടപ്പെട്ടു, കേട്ടിട്ട് നന്നായുള്ളൂ എന്നാ പറഞ്ഞേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. എന്ത് കാര്യം? അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണ കാര്യം. ചെക്കൻ നാളെ എത്തും. പെണ്ണെ ഇഷ്ടപ്പെട്ടാ പിന്നെ നീട്ടില്ല. വെളുത്താണോ? ചുമന്നതാ. വെളുത്തിരുന്നിട്ടെന്തിനാ? നല്ല അധ്വാനിയാ. ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. വയനാട്ടിലായിരുന്നപ്പോ എന്റെ കൂടെ നിർത്തി വളർത്തിയ ചെക്കനാ. എന്നാലേ പൊയ്ക്കോ, ഇവിടെ ആരും വരണ്ട. അവള് വന്നോട്ടാ. വേണ്ടച്ചോ, ഒക്കെ ശല്യങ്ങളാ. അവസാനം നാട്ടുകാരെ തെറിയും തെമ്മാടുത്തോ ഞാൻ കേൾക്കണം. കയ്യിലിരിപ്പുണ്ടല്ലേ, എന്നെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. ഓ, ഇനി നിന്റെ കുറവേ ഉള്ളൂ. നീയും പറഞ്ഞു. ഞാൻ ഇറങ്ങുക. അപ്പൊ നീ നാളെ ഉച്ചയ്ക്ക് അന്നമ്മയുടെ വീട്ടിലേക്ക് വരില്ലച്ചോ? ഞാൻ വന്നാൽ ആ പെണ്ണിന് ഇഷ്ടാവൂല. അപ്പോ പെണ്ണുങ്ങളെ പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ഇയാളൊരു പഞ്ചപാവാന്ന്. പിന്നെ നിന്റെ വക്കാലത്ത് വേണമല്ലോ അവന് വരാൻ. എന്റെ അച്ചോ, ഇവക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്ക്. നല്ല ഇടി ഇടിക്കുന്ന ആളായിരിക്കണം, എന്നാലേ പെണ്ണിന്റെ തുള്ളല് മാറുള്ളൂ. അങ്ങനത്തെ ഒരാളെ തന്നെയാണ് ഞാൻ കണ്ടുവച്ചേക്കുന്നത്. നിന്നെ ഞാൻ വകതിരിവില്ലാത്ത പ്രായ, നീ സൂക്ഷിക്കണം. അവള് പാവണച്ചോ. അല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോ നീ രാവിലെ പള്ളിയിലേക്ക് വരില്ലേ? ഓ. നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. എല്ലാം ഞാനങ്ങ് തീരുമാനിക്കും, എന്നിട്ട് വിവരം അറിയിക്കും. മതിയച്ചു, ഞാൻ ഇറങ്ങുക. 4 മണിക്ക് അക്കരെ എത്തിയ ഒരു വണ്ടിയുണ്ട്. അത് തെറ്റിയാ പിന്നെ 8 മണി വരെ ചുറ്റണം. ചെല്ലുമ്പോ പാതിരാത്രിയാവും. പാമ്പും പന്നിയൊക്കെയുള്ള സ്ഥലമാ. അല്ല, എന്തെങ്കിലും ഒന്ന് ഒക്കെ ഞാൻ നിശ്ചയിക്കുന്നതാ. നീ പൊയ്ക്കോ. എന്താ ബോധിച്ചു അല്ലേ? എന്റെ സ്വന്തം ആളാ. ക്രിസ്ത്യാനി തന്നെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അവന്റെ പേര് ലൂയിസ് എന്നാ. അമ്മ ഉണ്ടായിരുന്നു, 4-5 കൊല്ലം മുമ്പ് മരിച്ച്. ഞാൻ എടുത്ത് വളർത്തി വലുതാക്കിയ പയ്യനാ. അല്ല, ഞങ്ങളുടെ കുടുംബക്കാരെ പണ്ട് തോമസ് ലിയ പാവർട്ടിയിൽ വന്ന് മാമോദിസ് മുഖ്യ നമ്പൂരിമാരാ. ആ ചെക്കനെ കണ്ടിട്ട് അപ്പാ കഞ്ഞിക്ക് വകയില്ല, അപ്പോഴും നമ്പൂരിയാ. തോമാസ് ലിയ പാവർട്ടി വന്ന് മാമോദിസ മുഖ്യ നമ്പൂരിയാത്രേ. നബലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ എന്തിനാ? നമ്പൂരി ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച മനസ്സമ്മതം, പിന്നെ ഞായറാഴ്ച 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി ചടങ്ങ് കഴിക്കുക. നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. നീ എന്തിനാ മോളെ കരയണേ? ഒന്നുമില്ലച്ചോ. എനിക്കറിയാം നിന്റെ ദുഃഖം. സാരില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എന്നും ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കും. കർത്താവിനോട് ആദ്യം കടപ്പെടുക, പിന്നെ കടപ്പെടേണ്ടത് വേറൊരാളോടാണ്. എല്ലാവരും എന്നും നിർത്തിട്ടുള്ള ഒരാള്, വാറുണ്ണി. ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കാര്യങ്ങൾ അറിയാൻ എന്റെ വരവും പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുന്നുണ്ടാവും. ഇറങ്ങട്ടെ ഗുരുജ, പ്രാർത്ഥിക്കുക, ഒക്കെ നേരെയാകും. കണ്ടോ? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ നീങ്ങി പോന്നാ? ഞാൻ വെറുതെ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് വരാതിരുന്നത്? അയ്യോ, എനിക്ക് ആരോടെ ദേഷ്യം? പിന്നെന്താ ഇവിടെ പുറത്തു നിന്ന് കളഞ്ഞത്? അത് വേണ്ട. ഓരോരുത്തർക്കും ഓരോ സാധനമുണ്ട്. എനിക്ക് ഇവനെ ഒന്നും പുറത്തായിടം അല്ലേടാ. വാടാ, പറയാം വിശേഷങ്ങളൊക്കെ. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്. അല്ലെങ്കിൽ മാസം 3-4 പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. നിനക്ക് ഇവിടെ താടി.